അതിന്റെ തുടർന്ന് എനിക്ക് കിഡ്നി ഫെയിലിയർ ആയി 14 വർഷം മുമ്പ്. അങ്ങനെ 2.5 വർഷം ബിസിനസ് ആരംഭിച്ചതിന് ശേഷം അല്ലല്ല, അതിന് മുൻപുള്ള കാര്യമാണ്. അപ്പോ ഈ അതിനുശേഷം എനിക്ക് ഡയാലിസിസ് തുടങ്ങി. അതിനുശേഷം എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു കുഴപ്പമില്ലാതെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേ മരുന്നിനൊക്കെ ഹെവി ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് ആവുമായിരുന്നു. അന്നേരം എന്റെ കൂടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞ്, നിനക്കിതുപോലെ ഒരുപാട് കാശൊക്കെ ആകുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ബാറ്ററി ഫീൽഡിലാണ്. ഞാൻ ഒരു പ്രമുഖ കമ്പനിയുടെ ഏരിയ സെയിൽസ് മാനേജറാണ് ബാറ്ററിയുടെ. അപ്പം നീ കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓർഡർ പിടിച്ച് നിനക്ക് അതിന്റെ ലാഭവിഹിതം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെനിക്ക് അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ അതിലോട്ട് ഇറങ്ങി. അപ്പൊ കുറച്ച് കാശ് നമ്മുടെ പ്രോപ്പർട്ടി കൊടുത്തതിന്റെ കുറച്ച് കാശ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ആദ്യമൊക്കെ നമുക്ക് പ്രോഫിറ്റ് തരുമായിരുന്നു. പിന്നീടായപ്പോഴത്തേക്ക് ഇത് വൻ പറ്റിപ്പിലോട്ട് പോയി. അപ്പോൾ ഇപ്പോഴും ആ കാശ് ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ടും കുറെ അങ്ങ് വീക്കായി. ആ സമയത്ത് ഞങ്ങൾ ആലോചിച്ചു, എന്തായാലും ഇതിൽ തന്നെ ഇറങ്ങി, അപ്പം ഇതിലോട്ട് തന്നെ നമുക്കൊന്ന് ഫോക്കസ് ചെയ്താലോ എന്ന് ചിന്തിച്ചു. അതിനുശേഷമാണ് ഈ ബാറ്ററി ഫീൽഡിലോട്ട് ഇറങ്ങാന്നുള്ളത് ചിന്തിച്ചത്. അതാണ് ഇതിന്റെ തുടക്കം. പക്ഷെ അതിൽ നമ്മൾ ഒരുപാട്, ഇപ്പൊ ഈ ഷോപ്പ് ഈ രീതിയിൽ ഇരിക്കുന്നെങ്കിലും നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു നിലയിൽ എത്തിയത്. കാരണം എനിക്ക് കാഴ്ചയില്ല. എനിക്ക് അന്ന് ആ സമയങ്ങളിൽ ചെറുതായിട്ട് കാഴ്ച ഉണ്ടായിരുന്നു, ചെറിയ രീതിയിൽ കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട്, അതായത് ഒരു 3 years ആയിട്ട് എനിക്ക് ഒട്ടും കാഴ്ചയില്ല, പൂർണ്ണമായിട്ടും ഇല്ല. അപ്പൊ എന്റെ ഈ ഷോപ്പിന്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ വൈഫാണ്. അത് പറയുമ്പോ എനിക്ക് കുറച്ച് വിഷമമൊക്കെ വരും. അപ്പൊ എന്റെ വൈഫ്